Hi dears, it's me Ridhana. This is your ശ്രീമത് സാർ. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ലൈവ് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ കോണ്ടന്റ് വീഡിയോ ഒന്നും ആയിട്ടല്ല. നിങ്ങൾ കുട്ടികളുടെ അടുത്തും നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്തും കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ്. എന്താണ് സാർ പറയാനുള്ളത്? നമ്മളെ ഒരു പുതിയ സിസ്റ്റം വന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് ഒരു 99% ഇപ്പൊ ഏകദേശം ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിയതുപോലെയാണ്. കൺഫേം ആയിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മുമ്പേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 40 മാർക്കിന്റെ പരീക്ഷയിലാണെങ്കിൽ വെറും 5 മാർക്കും അതിന്റെ കൂടെ സി മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാവും. ഇപ്പോൾ ആ 40 മാർക്കിന്റെ പരീക്ഷയിൽ മിനിമം 12 മാർക്ക് അവർ എഴുതി വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ട് അല്ലേ? നല്ല കാര്യമാണ് ആ സംഭവം, വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മളെ ഈ പഠന നിലവാരം ഉയരുകയാണ് ചെയ്യുന്നത്. ഇപ്പം 80 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ മുമ്പേ വെറും 10 മാർക്കും സി മാർക്കൂടെയും കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പാസ്സാവുമായിരുന്നു. ഇനി 24 മാർക്ക് ആ കുട്ടി എഴുതി വാങ്ങണം. ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ പല കുട്ടികളും രക്ഷിതാക്കളും ആകുലത പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലെ? കാരണം ഇതുവരെ അവര് 8, 9 ചുമ്മാ പാസ്സായി പോയി, പെട്ടെന്ന് 10ലേക്ക് എത്തുന്ന സമയത്ത് സിസ്റ്റം മൊത്തത്തിൽ മാറി. അപ്പോ എന്റെ കുട്ടി പാസ്സാകുമോ, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു കോഴ്സ് തെരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നുള്ള എല്ലാ സംശയങ്ങളും പ്രയാസങ്ങളും പാരന്റ്സ് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഇപ്പൊ കുട്ടികളാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും അന്വേഷിക്കുന്നത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇപ്പൊ പല നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവര് പൈസ കൊടുത്തതിന്റെ ഒരു ക്വാളിറ്റി ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നം മാത്രമായിട്ട് നിൽക്കുകയാണ്. ആ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഒരു സാധാരണ കുട്ടികളെ സംബന്ധിച്ച് അത്രയ്ക്ക് വലിയൊരു എമൗണ്ട് കൊടുത്ത് ഒരു വലിയ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോ അങ്ങനെ ഒരു അവസരത്തിലാണ് ഏഗൺ യൂട്യൂബിൽ നിങ്ങൾ മക്കൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ കോണ്ടന്റ് വീഡിയോസ്, പിന്നെ ഷോർട്ട് വീഡിയോസ് ഉണ്ട്, അതെ, മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ട് അല്ലെ, ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ട് അല്ലെ? അതായത് എന്തെങ്കിലും കാര്യങ്ങള് പുതിയൊരു കാര്യം വരുന്ന സമയത്ത് ആ കാര്യങ്ങൾ വളരെ കൃത്യസമയത്ത്, വൈകിട്ടല്ല, എപ്പോഴാണോ അറിയിക്കേണ്ടത് ആ കറക്റ്റ് സമയത്ത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ചെയ്യുന്നത് ആദ്യം ഏഗൺ തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ പുതിയ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ടോ അത് ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഏഗൺ തന്നെയാണ്. ഇപ്പൊ 9th ടെക്സ്റ്റ് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്കുകൾ പുതിയത് വരുന്നതും എല്ലാ വീഡിയോസും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ ഈ സിസ്റ്റം മാറുന്നതിനെ കുറിച്ച് സംസാരിച്ചത് നമ്മൾ തന്നെയാണ്, ഏഗൺ തന്നെയാണ്. ഇത് നമ്മൾ പൊക്കി പറയുക എന്നുള്ളതല്ല, മറിച്ച് എന്താണ് നമ്മൾ തരുന്നത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പം 2025 വർഷത്തേക്ക് നമ്മൾ ഒരു വർഷത്തെ കംപ്ലീറ്റ് പ്ലാൻ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ടീച്ചറെ, നമ്മളിപ്പോ ആദ്യം വരുന്ന എക്സാം എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഓണപരീക്ഷ, ഫസ്റ്റ് ടൈം എക്സാം. അതിനുശേഷം ഹാഫ് ഇയർലി വരും. അതിനുശേഷം നമ്മളെ മോഡൽ എക്സാം വരും, മെയിൻ എക്സാം വരും. ഇങ്ങനെ ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട് അല്ലെ? ഈ ഓരോ എക്സാമിനും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമ്മൾ കറക്റ്റ് ആയിട്ട് പോളിംഗ് എടുക്കാറുണ്ട്. ഇവർക്ക് എന്താണ് വേണ്ടത് ചോദിക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ പറയാവുന്നതാണ്. ഏതെങ്കിലും ചാപ്റ്റർ വൈസ് നമ്മൾ എന്തായാലും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വീഡിയോ എന്തായാലും നമ്മളെ എന്തിനു വരും? നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. വളരെ ഫ്രീ ആയിട്ട്, ഒറ്റ പൈസയും വേണ്ട, ഒറ്റ ചെലവില്ല അല്ലെ? നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ എന്തിനും തയ്യാറാണ്. നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളത് അത് തന്നെയാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടൂ, നിങ്ങൾക്ക് എന്ത് വീഡിയോസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംശയം എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ ലൈവിലും ചോദിക്കാറുണ്ട്. കാണുന്നവർക്ക് കൃത്യമായിട്ട് അത് അറിയാമായിരിക്കും. അതെ, വെറുതെ നമ്മൾ ഷോക്ക് വേണ്ടിയിട്ടോ ഒന്നും കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ കഴിഞ്ഞ തവണ തന്നെ നിങ്ങൾ നമ്മുടെ കൂടെയുള്ള കുട്ടികളാണ്. നമ്മൾ എത്ര മണി വരെ എക്സാമിന്റെ സമയത്തൊക്കെ ക്ലാസ് എടുത്തു? നിങ്ങൾ ഏറ്റവും അവസാനത്തെ ചോദ്യം ചോദിക്കുന്നത് വരെ നമ്മൾ ഇപ്പൊ ലൈവിലൊക്കെ ആണെങ്കിൽ അവരോട് ചോദിക്കാൻ പറയാണ്, ഇനി എന്താ ഡൗട്ട് ഉള്ളത്, ക്ലാസ് ഒക്കെ എടുത്തതിന് ശേഷം. എന്നിട്ട് ഏറ്റവും അവസാനം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ തവണയും നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇനി എന്ത് സിസ്റ്റം വന്നോട്ടെ, ഏകൻ നിങ്ങളെ കൂടെ ഉണ്ട്. അതെ, ഇത് നമ്മൾ പറയുന്നതിലുപരി നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുക, അതിന്റെ ക്വാളിറ്റി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്ത്, അല്ലെ, നിങ്ങളെടുത്ത് പണം മുടക്കി ജോയിൻ ചെയ്യണം എന്നുള്ളതല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ നൽകുന്ന യൂട്യൂബിലുള്ള ലൈവ് വീഡിയോസുകൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗപ്രദമാക്കുക. അതുപോലെ തന്നെ ഈ പണം കൊടുത്ത് പഠിക്കാൻ കഴിവില്ലാത്തവർക്ക് നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അത്രയാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതെല്ലാവരും ഉപയോഗപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഇങ്ങനെ അപ്ഡേറ്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പാരന്റ്സോ കുട്ടികളോ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും
നമ്മൾ ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ബൈ.